ചീഫ് ജസ്റ്റിസിനെതിരായ ലൈംഗികാരോപണത്തിൽ ഗൂഢാലോചന നടന്നുവെന്ന സത്യവാങ്മൂലത്തിൽ അന്വേഷണത്തിന് സുപ്രീംകോടതി ഉത്തരവ്. അന്വേഷണ ചുമതല റിട്ടയർഡ് ജസ്റ്റിസ് എ.കെ. പട്നായിക്കിന്. സിബിഐയും ഐബിയും ദില്ലി പോലീസും അന്വേഷണത്തെ സഹായിക്കണമെന്ന് സുപ്രീംകോടതി. യുവതിയുടെ പീഡന പരാതി കേൾക്കുന്നതിൽ നിന്നും ജസ്റ്റിസ് രമണ പിന്മാറി. ചീഫ് ജസ്റ്റിസിനെ ലൈംഗികാരോപണത്തിൽ കുടുക്കാൻ ഗൂഢാലോചന നടന്നുവെന്ന ആരോപണമാണ് മുൻ സുപ്രീം കോടതി ജഡ്ജ് എ.കെ. പട്നായിക് അന്വേഷിക്കുക. ദില്ലി പോലീസ്, ഐബി, സിബിഐ എന്നിവരുടെ സഹായത്തോടെയാകും അന്വേഷണം. മുദ്രവച്ച കവറിൽ അന്വേഷണ റിപ്പോർട്ട് കോടതിക്ക് കൈമാറണമെന്നും ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് ഉത്തരവിട്ടു. രാജ്യത്തെ പണക്കാർക്ക് കോടതിയെ നിയന്ത്രിക്കാനാകില്ലെന്നും അവർ കളിക്കുന്നത് തീക്കളിയാണെന്നും രാവിലെ സുപ്രീം കോടതി മുന്നറിയിപ്പ് നൽകിയിരുന്നു. റിലയൻസിന് വേണ്ടി വിധി തിരുത്തിയ 2 ഉദ്യോഗസ്ഥരും ഗൂഢാലോചനയിൽ പങ്കാളിയാണെന്ന് കാട്ടി അഭിഭാഷകൻ ഉത്സവ് സിംഗ് ബൈൻസ് നൽകിയ അധിക സത്യവാങ്മൂലം പരിശോധിച്ച ശേഷമാണ് അന്വേഷണം പ്രഖ്യാപിച്ചത്. അധിക സത്യവാങ്മൂലത്തിലെ ഉള്ളടക്കത്തിന് അഭിഭാഷക നിയമപ്രകാരം സവിശേഷ അധികാരമുണ്ടെന്ന ബൈൻസിന്റെ വാദം കോടതി അംഗീകരിച്ചില്ല. റിമോട്ട് കൺട്രോളിലൂടെ കോടതിയെ നിയന്ത്രിക്കുന്നുവെന്ന ആരോപണങ്ങൾ ദിവസേന പുറത്തുവരുന്നു. ജഡ്ജിമാരെ സ്വാധീനിക്കാൻ വഴിവിട്ട ശ്രമം നടക്കുന്നുവെന്നും പറയുന്നു. ഇതിൽ സത്യമറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ടെന്നും കോടതി പറഞ്ഞു. ഇതിനിടെ അന്വേഷണം നേരിടുന്ന പശ്ചാത്തലത്തിൽ ചീഫ് ജസ്റ്റിസ് ചുമതലകളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് മുതിർന്ന അഭിഭാഷക ഇന്ദിര ജയ്സിംഗ് ആവശ്യപ്പെട്ടു. അതേസമയം ചീഫ് ജസ്റ്റിസിനെതിരായ ലൈംഗികാരോപണം അന്വേഷിക്കുന്ന ആഭ്യന്തര സമിതിയിൽ നിന്നും ജസ്റ്റിസ് എൻ.വി. രമണ പിന്മാറി. രമണയെ സമിതിയിൽ ഉൾപ്പെടുത്തിയത് ചീഫ് ജസ്റ്റിസിന്റെ താൽപര്യപ്രകാരമാണെന്ന് ആരോപണമുയർന്നിരുന്നു. ശരത് കെ ശശി, കൈരളി ന്യൂസ്, ദില്ലി. കല്ലട ഗ്രൂപ്പ് ഉടമ സുരേഷ് കല്ലട ഇന്ന് ഹാജരാകില്ല. രക്തസമ്മർദ്ദമുയർന്നതിനാൽ ചികിത്സയിലാണെന്ന് തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണറെ അറിയിച്ചു. ഇന്നലെ മരട് സിഐക്ക് മുൻപിൽ ഹാജരാകാത്തതിനെ തുടർന്നാണ് ഇന്ന് എ.സി.പിക്ക് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചത്. ചികിത്സാ രേഖകൾ ഹാജരാക്കാൻ തൃക്കാക്കര എ.സി.പി നിർദ്ദേശിച്ചു. യാത്രക്കാർ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ കഴിഞ്ഞ ദിവസം മരട് സിഐ മുമ്പാകെ ഹാജരാകാൻ കല്ലട സുരേഷിനോട് പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സുരേഷ് ഹാജരാകാത്തതിനെ തുടർന്നാണ് തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണറുടെ മുൻപാകെ ഹാജരാകാൻ നിർദ്ദേശിച്ചത്. രാവിലെയാണ് തനിക്ക് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്ന് ഹാജരാകാൻ കഴിയില്ലെന്ന് കല്ലട ബസ് ഉടമ സുരേഷ് അസിസ്റ്റന്റ് കമ്മീഷണറെ അറിയിച്ചത്. രക്തസമ്മർദ്ദം ഉയർന്നതിനാൽ താൻ ചികിത്സയിലാണെന്നും ഇന്ന് ഹാജരാകാൻ കഴിയില്ലെന്നുമാണ് സുരേഷ് അറിയിച്ചത്. എന്നാൽ ഇത് തെളിയിക്കാൻ ആവശ്യമായ ചികിത്സാ രേഖകൾ ഹാജരാക്കാൻ തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ നിർദ്ദേശിച്ചു. ഈ രേഖകൾ പരിശോധിച്ച് ബോധ്യപ്പെട്ടതിനു ശേഷം തുടർ നടപടിയെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കൈരളി ന്യൂസ്, കൊച്ചി. അന്തർ സംസ്ഥാന ബസ് സർവീസുകൾ നിയന്ത്രിക്കാൻ കർശന തീരുമാനങ്ങളുമായി ഗതാഗത വകുപ്പ്. ജൂൺ ആദ്യവാരം മുതൽ എല്ലാ ബസ്സുകളിലും GPS സംവിധാനം നടപ്പിലാക്കാനും യാത്രാനിരക്ക് നിശ്ചയിക്കാനും തീരുമാനിച്ചു. പോലീസും നികുതി വകുപ്പുമായി സഹകരിച്ച് പരിശോധനകൾ ശക്തമായി മുൻപോട്ട് കൊണ്ടുപോകാനും ഗതാഗത മന്ത്രി എ.കെ. ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. അന്തർ സംസ്ഥാന സ്വകാര്യ ബസ് സർവീസുകൾക്ക് കടിഞ്ഞാണിടാനുള്ള തീരുമാനമാണ് ഇന്ന് ചേർന്ന ഉന്നതതല യോഗത്തിൽ കൈക്കൊണ്ടത്. ഗതാഗത മന്ത്രി എ.കെ. ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ബസ്സുകളിൽ പരിശോധന ശക്തമാക്കാനാണ് തീരുമാനം. പോലീസിന്റെയും നികുതി വകുപ്പിന്റെയും സഹകരണത്തോടെയാകും ഇനി പരിശോധനകൾ നടക്കുക. 270 കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 3,74,000 രൂപ പിഴയും ഈടാക്കിയിട്ടുണ്ട്. അന്തർ സംസ്ഥാന ബസ്സുകളിൽ GPS സംവിധാനം ജൂൺ ആദ്യവാരം മുതൽ നിർബന്ധമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. യാത്രക്കാരെ ചൂഷണം ചെയ്യുന്നതിനാൽ യാത്രാനിരക്ക് തീരുമാനിക്കാൻ രാമചന്ദ്രൻ കമ്മീഷനെ ചുമതലപ്പെടുത്താനും തീരുമാനിച്ചതായി ഗതാഗത മന്ത്രി എ.കെ. ശശീന്ദ്രൻ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു. അമിതമായ ചാർജ് ഈടാക്കുന്നത് സംബന്ധിച്ച് സ്റ്റേജ് കെയറേജസിന് മാത്രമാണ്, സ്റ്റേജ് കെയറേജസ്, ഓട്ടോറിക്ഷകൾ, ടാക്സി കാറുകൾ എന്നിവയ്ക്ക് മാത്രമാണ് ഇപ്പോൾ നമ്മൾ സംസ്ഥാന ഗവൺമെൻറ് നിരക്കുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. കോൺട്രാക്ട് കെയറേജുകൾക്ക് നിരക്കുകൾ നിശ്ചയിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത് ഇവർക്ക് നിരക്ക് നിശ്ചയിക്കാമോ, അങ്ങനെ നിശ്ചയിക്കുമ്പോൾ ഏത് രീതിയിലാണ് നിശ്ചയിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നമ്മുടെ ഫെയർ സ്റ്റേജ് നിർണയത്തിന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷനോട് അഭ്യർത്ഥിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നിലവിലെ കേന്ദ്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബസ്സുകൾ സംസ്ഥാനത്ത് സർവീസ് നടത്തുന്നത്. 46 ബുക്കിംഗ് ഓഫീസുകൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചവർക്കെതിരെയാണ് നോട്ടീസ് നൽകിയത്. ലൈസൻസിന് പ്രത്യേക മാർഗനിർദ്ദേശം നടപ്പിലാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ പരിശോധനകൾ ശക്തമാക്കി മുൻപോട്ടു പോകാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
അഭ്യൂഹങ്ങൾക്കൊടുവിൽ വാരണാസിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. പ്രിയങ്ക ഗാന്ധിയെ തള്ളി വാരണാസിയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി അജയ് റായ് മത്സരിക്കും. വാരണാസിയിൽ മത്സരിക്കാനുള്ള പ്രിയങ്കയുടെ സന്നദ്ധത തള്ളിക്കളഞ്ഞാണ് 2014 മോദിയോട് തോറ്റ അജയ് റായിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസിയിൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾക്കാണ് അവസാനമായത്. വാരണാസിയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി അജയ് റായ് മത്സരിക്കുമെന്ന് AICC പ്രഖ്യാപിച്ചു. വാരണാസിയിൽ പ്രിയങ്ക മത്സരിച്ചാൽ ജയസാധ്യതകൾ വരെ പ്രവചിക്കുകയും ചെയ്തിരുന്നു. പാർട്ടി പറഞ്ഞാൽ വാരണാസിയിൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് പ്രിയങ്ക ഗാന്ധി നേരത്തെ വ്യക്തമാക്കിയതാണ്. എന്നാൽ ഇത് സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വം നിലപാട് വ്യക്തമാക്കിയിരുന്നില്ല. അതേസമയം SP-BSP സഖ്യം വാരണാസിയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതും പ്രിയങ്കയെ ഒഴിവാക്കുന്നതിന് കാരണമായെന്നാണ് സൂചനകൾ. കോൺഗ്രസ് നേതാവ് ശ്യാംലാൽ യാദവിന്റെ മരുമകൾ ശാലിനി യാദവാണ് SP-BSP സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി. ശാലിനി യാദവ് കഴിഞ്ഞ ആഴ്ച മാത്രമാണ് SP-യിൽ ചേർന്നത്. അതേസമയം വാരണാസിയിൽ ദുർബല സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് പ്രഖ്യാപിച്ചത് ഏറെ ചർച്ചയായി കഴിഞ്ഞു. 2014 മോദിക്കെതിരെ അജയ് റായാണ് മത്സരിച്ചത്. അന്ന് കേവലം 75,000-ഓളം വോട്ടുകൾ നേടിയ അജയ് റായ്ക്ക് 3ാം സ്ഥാനം മാത്രമാണ് ലഭിച്ചതും. അരവിന്ദ് കെജ്രിവാളായിരുന്നു അന്ന് 2ാം സ്ഥാനത്തെത്തിയത്. ഈ മാസം 29-നാണ് വാരണാസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം. ഇന്ന് വാരണാസിയിലുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പത്രിക സമർപ്പിക്കും. കൈരളി ന്യൂസ്, ദില്ലി. പ്രധാനമന്ത്രിക്കെതിരായ ചട്ടലംഘന പരാതി പരിഹരിക്കപ്പെട്ടതിൽ വിശദീകരണവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സാങ്കേതിക പിഴവ് പറ്റിയതാണെന്നും പരാതിയിൽ ഉടൻ നടപടി ഉണ്ടാകുമെന്നും കമ്മീഷൻ. എന്നാൽ മോദിക്കെതിരായ പരാതികൾ കാണാനില്ലാത്തതിൽ കമ്മീഷൻ പ്രതികരിച്ചിട്ടില്ല. മഹാരാഷ്ട്രയിലെ ലാത്തൂരിൽ തെരഞ്ഞെടുപ്പ് റാലിയിലാണ് പുൽവാമയിൽ വീരമൃത്യു വരിച്ചവർക്കും ബാലാക്കോട്ടിൽ തിരിച്ചടി നൽകിയവർക്കും വോട്ട് നൽകണമെന്ന് നരേന്ദ്രമോദി പ്രസംഗിച്ചത്. എന്നാൽ ഇതിനെതിരെ നൽകിയ പരാതി പരിഹരിക്കപ്പെട്ടെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ പരാമർശിച്ചിരുന്നത്. ഇതിനെതിരെ പ്രതിഷേധം ശക്തമായപ്പോൾ സാങ്കേതിക പിഴവ് പറ്റിയതാണെന്ന് പറഞ്ഞ് തടിയൂരാനാണ് കമ്മീഷൻ ശ്രമം. പരാതിയിൽ ഉടൻ നടപടി ഉണ്ടാകുമെന്നും കമ്മീഷൻ പ്രതികരിച്ചു. സൈന്യത്തിന്റെ പേരിൽ വോട്ട് തേടിയതിന് മോദിക്കെതിരെ കമ്മീഷന് ലഭിച്ചത് നിരവധി പരാതികളാണ്. ഈ പരാതികൾ ഇതുവരെ കമ്മീഷന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുമില്ല. ഒരു പരാതി പരിഹരിക്കപ്പെട്ടെന്ന് പ്രസിദ്ധീകരിച്ചത് സാങ്കേതിക പിഴവെന്ന് പറയുന്ന കമ്മീഷൻ പരാതികൾ ലിസ്റ്റ് ചെയ്യാത്തതിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കമ്മീഷന്റെ നിലപാടിനെതിരെ പ്രതിഷേധവും ശക്തമായി. സൈന്യത്തിന്റെ പേരിൽ വോട്ട് തേടരുതെന്ന കമ്മീഷൻ നിർദ്ദേശം മറികടന്ന് മോദി നിരവധി തവണയാണ് റാലികളിൽ സൈന്യത്തിന്റെ പേരുപയോഗിച്ചത്. CPIM ഇതിനോടകം 4 പരാതികളാണ് കമ്മീഷന് നൽകിയിട്ടുള്ളത്. എന്നാൽ പരാതികളിൽ നടപടിയെടുക്കാൻ കമ്മീഷൻ ഇതുവരെ തയ്യാറായിട്ടില്ല. കൈരളി ന്യൂസ്, ദില്ലി. വടകരയിലും കോഴിക്കോടും BJP കോൺഗ്രസിന് വോട്ട് മറിച്ചു നൽകിയെന്ന് CPIM ജില്ലാ സെക്രട്ടറി P. മോഹനൻ മാസ്റ്റർ. പോളിംഗ് ദിവസം പല ബൂത്തുകളിലും BJP സജീവമായില്ല. BJPയുടെയും കോൺഗ്രസിന്റെയും വോട്ട് കച്ചവടം മുൻകൂട്ടി കണ്ടാണ് CPIM പ്രവർത്തിച്ചതെന്നും മോഹനൻ മാസ്റ്റർ. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. സഖ്യം തകരാൻ കാരണം ചില കോൺഗ്രസ് നേതാക്കളുടെ പിടിവാശിയെന്ന് കെജ്രിവാൾ. ആം ആദ്മിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കി. ദില്ലിക്ക് പൂർണ്ണ സംസ്ഥാന പദവിയാണ് പത്രികയിലെ മുഖ്യ അജണ്ട. ദില്ലിയിൽ ആം ആദ്മി കോൺഗ്രസ് സഖ്യം ഇല്ലാതാക്കിയതിന് പിന്നിൽ ചില കോൺഗ്രസ് നേതാക്കളുടെ പിടിവാശിയെന്ന് ദില്ലി മുഖ്യമന്ത്രിയും പാർട്ടി അധ്യക്ഷനുമായ അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കി. കോൺഗ്രസുമായി എല്ലാ ചർച്ചകളും പൂർത്തിയാക്കിയിരുന്നെന്നും സംയുക്ത വാർത്താ സമ്മേളനം വരെ തീരുമാനിച്ചതാണെന്നും എന്നാൽ അവസാന നിമിഷം കോൺഗ്രസ് പിന്മാറുകയായിരുന്നുവെന്നും കെജ്രിവാൾ ചൂണ്ടിക്കാട്ടി. 7 സീറ്റ് വരെ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നു. എന്നാൽ ദില്ലിയിലെ ഒരു സീറ്റിൽ പോലും കോൺഗ്രസ് ജയിക്കില്ലെന്നും കെജ്രിവാൾ പറഞ്ഞു. ആം ആദ്മി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കവെയാണ് കെജ്രിവാൾ കോൺഗ്രസിനെ കടന്നാക്രമിച്ചത്. आज अगर कांग्रेस सीटें जीतने की स्थिति में होती, मैं 7 सीटें कांग्रेस के लिए छोड़ने के लिए तैयार हूं. मेरे लिए देश को बचाना जरूरी है. मेरे लिए सीटें, मैं 4 सीट लाऊं, 5 सीट लाऊं, 3 सीट लाऊं, 2 सीट लाऊं, क्या फर्क पड़ता है? आम आदमी पार्टी की 2 सीट 3 सीट से क्या फर्क पड़ता है? हम 7 सीटें छोड़ देंगे अगर कांग्रेस जीत सकती हो. कांग्रेस 1 सीट नहीं जीत सकती. രാജ്യത്തെ വിഭജിക്കുന്ന സങ്കല്പ പത്രികയല്ല ആം ആദ്മിയുടേതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ദില്ലിക്ക് പൂർണ്ണ സംസ്ഥാന അധികാരം നേടിയെടുക്കുമെന്നാണ് പത്രിക മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന അജണ്ട. സ്ത്രീ സുരക്ഷയ്ക്കും സമഗ്ര പദ്ധതികൾ പത്രികയിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി.
കടൽക്ഷോഭത്തിൽ തിരുവനന്തപുരത്ത് തകർന്ന വീടുകൾ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ സന്ദർശിച്ചു. അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. അതേസമയം ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭൂമധ്യരേഖാ പ്രദേശത്തും ബംഗാൾ ഉൾക്കടലിലും ന്യൂനമർദ്ദം രൂപം കൊണ്ടുവരുന്നതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. നാളെ മുതൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ്. കടലിൽ പോയവർ തിരിച്ചെത്തണമെന്നും നിർദ്ദേശം. ബംഗാൾ ഉൾക്കടലിൽ ശ്രീലങ്കൻ ഭാഗത്ത് നാളെ ന്യൂനമർദ്ദം രൂപപ്പെടുവാനും അത് തീവ്ര ന്യൂനമർദ്ദവും ചുഴലിക്കാറ്റുമായി പരിണമിക്കുവാനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരത്ത് നാശനഷ്ടത്തിനും കേരളത്തിലും കർണാടകത്തിലും ശക്തമായ മഴയ്ക്കും കാരണമായേക്കും. കടൽ പ്രക്ഷുബ്ധമായതിനാൽ നാളെ മുതൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കർശന നിർദ്ദേശമുണ്ട്. അതേസമയം ഇന്നലെ തിരുവനന്തപുരത്തെ തീരമേഖലകളിൽ ശക്തമായ വേലിയേറ്റമുണ്ടായി. വലിയതുറ ഭാഗത്ത് നിരവധി വീടുകൾ തകർന്നു. മകൻ്റെ കൂട്ടുകാരന്മാർ വന്നിട്ട് കറക്റ്റായിട്ട് 11:09 എൻ്റെ വീട്ടിൽ കതകിൽ വന്നിട്ട് തട്ടിയിട്ട് അങ്കിളെ ഇവിടെ കിടക്കരുത്, ഇറങ്ങി വെളിയിൽ പോകുകയെന്ന് പറയുന്നത്. ഞാൻ കതക് തുറക്കുന്നു, വീട് കറക്റ്റ് 11:10 ഈ കാണുന്ന വീട് നിലം പതിക്കുകയാണ്. വീടുകൾ തകർന്ന പ്രദേശങ്ങൾ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ സന്ദർശിച്ചു. ദുരന്ത നിവാരണ അതോറിറ്റി എല്ലാ മുൻകരുതലുകളും എടുത്തതായും വേണ്ട അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതെ, ഇപ്പോഴേ സാധാരണഗതിയിൽ ഇപ്പോൾ എഫക്റ്റ് ചെയ്തിട്ടുള്ള പ്രദേശങ്ങളുണ്ടല്ലോ, അവിടെയുള്ള ഇപ്പോൾ മനസ്സിലാക്കിയ അനുസരിച്ച് ഒരു 5 കുടുംബങ്ങളാണ് ഇപ്പോൾ ഇതനുസരിച്ച് മാറ്റി താമസിപ്പിച്ചിരിക്കുന്നത്. അത്യാവശ്യമായി ഇനിയും വേണ്ടിവരുന്നത് അടിയന്തരമായ ഘട്ടത്തിൽ നടപടി സ്വീകരിക്കാനുള്ള ഏർപ്പാടുണ്ടാകും. ന്യൂനമർദ്ദം രൂപപ്പെടുന്ന മുറയ്ക്ക് അതിന്റെ സഞ്ചാരപഥവും ഓരോ ജില്ലകളിലെയും മഴയുടെ സാധ്യതയും അറിയാനാകും. നാളെ മുതൽ 4 ദിവസത്തേക്കാണ് ജാഗ്രതാ നിർദ്ദേശം. കഴിഞ്ഞ ദിവസത്തെ കടൽക്ഷോഭത്തിൽ നിരവധി വീടുകളാണ് തിരുവനന്തപുരത്തെ തീരദേശവാസികൾക്ക് നഷ്ടമായത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് സംസ്ഥാന സർക്കാരും ദുരന്ത നിവാരണ അതോറിറ്റിയും തീരദേശവാസികൾക്ക് നൽകിയിരിക്കുന്നത്. ക്യാമറ വുമൺ ഷാജിലയ്ക്കൊപ്പം റിനു ശ്രീധർ. കണ്ണൂരിലെ ബി.ജെ.പി. വോട്ടുകൾ മുഴുവൻ ബി.ജെ.പിക്ക് തന്നെയാണ് ലഭിച്ചതെന്ന് എൻ.ഡി.എ സ്ഥാനാർത്ഥി സി.കെ. പത്മനാഭൻ. കെ. സുധാകരന് ബി.ജെ.പിക്കാർ വോട്ട് ചെയ്തു എന്ന ആരോപണത്തിൽ കഴമ്പില്ല. പ്രചാരണത്തിന്റെ തുടക്കത്തിൽ ബി.ജെ.പി. പ്രവർത്തകർക്ക് ആവേശം കുറവായിരുന്നുവെങ്കിലും പിന്നീട് അത് പരിഹരിക്കാൻ കഴിഞ്ഞുവെന്നും സി.കെ. പത്മനാഭൻ കണ്ണൂരിൽ പറഞ്ഞു. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി സി.കെ. പത്മനാഭൻ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. വോട്ടിങ്ങിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രതീക്ഷകൾ ചോദിക്കാം. വോട്ടുകളെല്ലാം പെട്ടിയിലായി കഴിഞ്ഞു. ഈ ഒരു നിമിഷത്തിൽ എന്താണ് പ്രതീക്ഷകൾ? വോട്ടുകൾ പെട്ടിയിലായി. വളരെ ഉന്നതമായ പ്രതീക്ഷയുണ്ട്. എൻ.ഡി.എ വൻ മുന്നേറ്റം കേരളത്തിലെ എല്ലാ പാർലമെന്റ് മണ്ഡലത്തിലും നടത്തും. കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലും ആ മുന്നേറ്റം ഉണ്ടാവും. ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ ബി.ജെ.പി. വോട്ടുകൾ സുധാകരന് പോയിട്ടുണ്ട്, യു.ഡി.എഫിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള ഒരു ചർച്ച നടക്കുന്നുണ്ട്. അതിൽ എത്രത്തോളം ശരിയാണ്? അതിൽ ഒരു ശരിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നേരത്തെ നടക്കുന്നൊരു പ്രചരണത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു പ്രചരണം വന്നതിൽ കവിഞ്ഞ് തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു പ്രത്യേക പ്രാധാന്യം അതിന് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. അല്ല, എൻ.ഡി.എക്ക് അനുകൂലമായിട്ട് തന്നെ എൻ.ഡി.എൻ്റെ നേതൃത്വം ബി.ജെ.പിക്കാണല്ലോ. വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി, സംരക്ഷണം, ആചാര സംരക്ഷണത്തിന് വേണ്ടി വളരെ പ്രത്യക്ഷമായ സമരം നടത്തിയത് ബി.ജെ.പിയാണ്. അതിൽ 10 ദിവസം സെക്രട്ടേറിയറ്റിന് മുമ്പിലെ നിരാഹാര സമരം ഞാൻ തന്നെ നടത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ സഹപ്രവർത്തകരെല്ലാം ആ സമരം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി. അതുകൊണ്ട് ആചാര സംരക്ഷണത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള ത്യാഗവും പ്രത്യക്ഷമായ സമരങ്ങളും അത് ബി.ജെ.പിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ശബരിമല കർമ്മസമിതിക്കും അവകാശപ്പെട്ടതാണ്. ഈ ബി.ജെ.പി. പ്രവർത്തകർക്ക് തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഒരു ആവേശം കുറവായിരുന്നു എന്ന് തോന്നിയിരുന്നു? ഇല്ല, തുടക്കത്തിൽ കുറച്ചൊരു നിശബ്ദത ഉണ്ടായിരുന്നു. പിന്നീട് അത് വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രവർത്തനം എല്ലാ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. പോളിംഗ് ദിവസം എല്ലാ സ്ഥലത്തും ബൂത്ത് ഏജന്റുമാരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും പോളിംഗ് ദിവസം ഏകദേശം 98-99% ബൂത്തിലും ഏജന്റുമാരുണ്ടായിരുന്നു. ഏതായാലും ഇത്തവണ കാര്യങ്ങൾ അനുകൂലമാകും എന്നുള്ള പ്രതീക്ഷയിലാണ് കണ്ണൂരിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി സി.കെ. പത്മനാഭനുള്ളത്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം എം സന്തോഷ്. പോളിംഗിനുണ്ടായ വർധനവ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ വിജയം ഉറപ്പാക്കുന്നതിനൊപ്പം ഭൂരിപക്ഷവും വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് എൽ.ഡി.എഫ്. സ്വാധീന മേഖലകളിലാണ് വോട്ട് വർധന കൂടുതലെന്നതാണ് എൽ.ഡി.എഫിന്റെ ആത്മവിശ്വാസത്തിന് അടിസ്ഥാനം. എന്നാൽ അട്ടിമറി വിജയം യു.ഡി.എഫും വോട്ട് വർധന ബി.ജെ.പിയും പ്രതീക്ഷിക്കുന്നു. 2014 കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയതിനേക്കാൾ 2.08% പോളിംഗ് വർധനമാണ് 2019 ഉണ്ടായിട്ടുള്ളത്. ഈ വർധനവ് തങ്ങൾക്ക് നേട്ടമാകുമെന്ന വിശ്വാസത്തിലാണ് എൽ.ഡി.എഫും യു.ഡി.എഫും. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 2 യു.ഡി.എഫ് വിജയിച്ചിട്ടുള്ളത്. കാസർഗോഡും മഞ്ചേശ്വരവും ഈ 2 മണ്ഡലങ്ങളിലും കൂടി 7% പോളിംഗാണ് ഇത്തവണ വർദ്ധിച്ചിട്ടുള്ളത്.
LDF വിജയിച്ച ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ, പയ്യന്നൂർ, കല്യാശ്ശേരി മണ്ഡലങ്ങളിൽ ആകെ 8% പോളിംഗ് വർധനവുണ്ടായിട്ടുണ്ട്. LDF സ്വാധീന മേഖലകളിൽ ഭൂരിപക്ഷം വർദ്ധിക്കുമെന്നും UDF കേന്ദ്രങ്ങളിൽ കൂടുതൽ വോട്ടുകൾ LDFന് അനുകൂലമായി നേടാനും സാധിക്കുമെന്ന് സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ പറഞ്ഞു. LDFന്റെ കേന്ദ്രങ്ങളാണ് താരതമ്യേന വോട്ട് വർധന കൂടുതൽ. UDFന്റെ പ്രദേശങ്ങളിൽ ആ നിലവാരത്തിൽ വോട്ട് വർദ്ധിച്ചിട്ടില്ല. അപ്പോൾ ഏതാണ്ട് ഒരു 90,000 1 ലക്ഷത്തോളം വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. നിശ്ചയമായും ആ വോട്ട് വർദ്ധിച്ച വോട്ടിൽ പോളിംഗിൽ കൂടുതൽ ലഭിക്കുക LDFനാണ്. എന്നാൽ UDF കേന്ദ്രങ്ങളിലെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം അടിയൊഴുക്കുകളിലൂടെ അട്ടിമറി വിജയം നേടുമെന്ന വിശ്വാസത്തിലാണ് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ. 50,000 തുടങ്ങി 1 ലക്ഷം, അതിനപ്പുറത്തോട്ടും പോകാം. ഇത്തവണ 35 വർഷത്തിന് ശേഷം ഐക്യമുന്നണി ഈ മണ്ഡലം തിരിച്ചുപിടിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 72,000 വോട്ടിന്റെ ലീഡും പ്രചാരണത്തിലെ മേൽക്കൈയും LDFന് അനുകൂല ഘടകങ്ങളാണ്. തങ്ങളുടെ വോട്ടുകൾ ചോർന്നു പോകില്ലെന്നും വർദ്ധിപ്പിക്കുവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് BJP. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കെവിൻ കേസിൽ മുഖ്യസാക്ഷി അനീഷിന്റെ ക്രോസ് വിസ്താരം തുടരുന്നു. 1-ാം പ്രതി ഷാനു ചാക്കോയുടെ അഭിഭാഷകന് ശേഷം 5-ാം പ്രതി ചാക്കോയുടെ അഭിഭാഷകനാണ് ഇപ്പോൾ വിസ്തരിക്കുന്നത്. ആദ്യ ദിനത്തിലെ പ്രോസിക്യൂഷൻ വിസ്താരത്തിനിടയിൽ മുഖ്യപ്രതി ഷാനു ചാക്കോ ഉൾപ്പെടെ 7 പ്രതികളെ അനീഷ് തിരിച്ചറിഞ്ഞിരുന്നു. എന്നാൽ നീനുവിന്റെ പിതാവ് ചാക്കോ ഉൾപ്പെടെ 3 പ്രതികളെ തിരിച്ചറിയാൻ അനീഷിനായില്ല. കാഴ്ചയുടെ വൈകല്യമാണ് പ്രതികളെ തിരിച്ചറിയാനാകാത്തതിന് കാരണമെന്ന് പ്രതിഭാഗം വാദിച്ചു. അനീഷിന്റെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് പ്രതിഭാഗം വിസ്താരം. പ്രതികളുടെ മൊബൈൽ ഫോൺ റെക്കോർഡുകളും രേഖകളും നേരത്തെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇന്നലെ നടപടികൾ നീണ്ടുപോയതിനാൽ സമയം കഴിഞ്ഞും കോടതി വിശദമായ വാദം കേട്ടിരുന്നു. ദുരഭിമാനക്കൊലയുടെ വിഭാഗത്തിൽ പരിഗണിക്കുന്നതിനാൽ ജൂൺ 6 വരെ തുടർച്ചയായാണ് വിചാരണ നടപടികൾ. ഇടുക്കിയിൽ യുവാവിനെ പടുതാക്കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. നെടുങ്കണ്ടം പാമ്പാടുംപാറ സ്വദേശി അജിത്തിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീടിനരികിലുള്ള പടുതാക്കുളത്തിലായിരുന്നു മൃതദേഹം. കട്ടപ്പനയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് മൃതദേഹം പുറത്തെടുത്തത്. നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. നെടുങ്കണ്ടം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 16 ലക്ഷം രൂപ വിലമതിക്കുന്ന വിദേശ നിർമ്മിത സിഗരറ്റ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തു. ബുധനാഴ്ച ശ്രീലങ്കൻ എയർവേസ് വിമാനത്തിൽ ദുബായിൽ നിന്നും കൊളംബോ വഴി കൊച്ചിയിലെത്തിയ കാസർഗോഡ് സ്വദേശിയുടെ പക്കൽ നിന്നുമാണ് കസ്റ്റംസ് എയർ ഇന്റലിജൻസ് വിഭാഗം 227 കാർട്ടൺ സിഗരറ്റ് പിടികൂടിയത്. ഇതിന് 16 ലക്ഷത്തിലധികം രൂപ വിലമതിക്കും. സിഗരറ്റ് കടത്തിക്കൊണ്ടുവന്ന യാത്രക്കാരനെ പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ സിഗരറ്റ് ഏറ്റുവാങ്ങാൻ ഒരാൾ വിമാനത്താവളത്തിൽ ടെർമിനലിന് പുറത്ത് കാത്തുനിൽക്കുന്നുണ്ടെന്ന വിവരം ലഭിച്ചു. തുടർന്ന് അയാളെയും കസ്റ്റംസ് പിടികൂടി. കാസർഗോഡ് സ്വദേശിയാണ് സിഗരറ്റ് ഏറ്റുവാങ്ങാൻ വന്നിരുന്നത്. 2 പേരെയും കസ്റ്റംസ് വിശദമായി ചോദ്യം ചെയ്യുന്നു. ശ്രീലങ്കയിൽ 359 പേർ കൊല്ലപ്പെട്ട ചാവേർ സ്ഫോടന പരമ്പരയുടെ പശ്ചാത്തലത്തിൽ പോലീസ് മേധാവിയോടും പ്രതിരോധ സെക്രട്ടറിയോടും രാജിവെക്കാൻ പ്രസിഡന്റ് മൈത്രിപാല സിരിസേന ആവശ്യപ്പെട്ടു. ഭീകരാക്രമണ സാധ്യത സംബന്ധിച്ച് രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിട്ടും പ്രതികരിക്കാത്തതിനാണ് നടപടി. ഈസ്റ്റർ ദിനത്തിൽ ചാവേർ സ്ഫോടനങ്ങൾ നടത്തിയ 9 പേരിലൊരാൾ സ്ത്രീയാണെന്ന് പ്രതിരോധ സഹമന്ത്രി റുവാൻ വിജയവാർ വെളിപ്പെടുത്തി. 60-ലേറെ പേർ അറസ്റ്റിലായിട്ടുണ്ട്. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ജനതാദൾ എസ് നേതാക്കളായ 7 പേരുടെ മൃതദേഹം ബംഗളൂരുവിൽ എത്തിച്ചു. ചീഫ് ജസ്റ്റിസിനെതിരായ ലൈംഗികാരോപണത്തിൽ ഗൂഢാലോചന നടന്നുവെന്ന സത്യവാങ്മൂലത്തിൽ അന്വേഷണത്തിന് സുപ്രീംകോടതി ഉത്തരവ്. അന്വേഷണ ചുമതല റിട്ടയർഡ് ജസ്റ്റിസ് AK പട്നായിക്കിന്. CBIയും IBയും ദില്ലി പോലീസും അന്വേഷണത്തെ സഹായിക്കണമെന്ന് സുപ്രീംകോടതി. യുവതിയുടെ പീഡന പരാതി കേൾക്കുന്നതിൽ നിന്നും ജസ്റ്റിസ് രമണ പിന്മാറി. ചീഫ് ജസ്റ്റിസിനെ ലൈംഗികാരോപണത്തിൽ കുടുക്കാൻ ഗൂഢാലോചന നടന്നുവെന്ന ആരോപണമാണ് മുൻ സുപ്രീം കോടതി ജഡ്ജ് AK പട്നായിക് അന്വേഷിക്കുക. ദില്ലി പോലീസ്, IB, CBI എന്നിവരുടെ സഹായത്തോടെയാകും അന്വേഷണം. മുദ്രവച്ച കവറിൽ അന്വേഷണ റിപ്പോർട്ട് കോടതിക്ക് കൈമാറണമെന്നും ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് ഉത്തരവിട്ടു. രാജ്യത്തെ പണക്കാർക്ക് കോടതിയെ നിയന്ത്രിക്കാനാകില്ലെന്നും അവർ കളിക്കുന്നത് തീക്കളിയാണെന്നും രാവിലെ സുപ്രീം കോടതി മുന്നറിയിപ്പ് നൽകിയിരുന്നു. റിലയൻസിന് വേണ്ടി വിധി തിരുത്തിയ 2 ഉദ്യോഗസ്ഥരും ഗൂഢാലോചനയിൽ പങ്കാളിയാണെന്ന് കാട്ടി അഭിഭാഷകൻ ഉത്സവ് സിംഗ് ബൈൻസ് നൽകിയ അധിക സത്യവാങ്മൂലം പരിശോധിച്ച ശേഷമാണ് അന്വേഷണം പ്രഖ്യാപിച്ചത്. അധിക സത്യവാങ്മൂലത്തിലെ ഉള്ളടക്കത്തിന് അഭിഭാഷക നിയമപ്രകാരം സവിശേഷ അധികാരമുണ്ടെന്ന ബൈൻസിന്റെ വാദം കോടതി അംഗീകരിച്ചില്ല. റിമോട്ട് കൺട്രോളിലൂടെ കോടതിയെ നിയന്ത്രിക്കുന്നുവെന്ന ആരോപണങ്ങൾ ദിവസേന പുറത്തുവരുന്നു. ജഡ്ജിമാരെ സ്വാധീനിക്കാൻ വഴിവിട്ട ശ്രമം നടക്കുന്നുവെന്നും പറയുന്നു. ഇതിൽ സത്യമറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ടെന്നും കോടതി പറഞ്ഞു.
ഇതിനിടെ അന്വേഷണം നേരിടുന്ന പശ്ചാത്തലത്തിൽ ചീഫ് ജസ്റ്റിസ് ചുമതലകളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് മുതിർന്ന അഭിഭാഷക ഇന്ദിര ജയ്സിംഗ് ആവശ്യപ്പെട്ടു. അതേസമയം ചീഫ് ജസ്റ്റിസിനെതിരായ ലൈംഗികാരോപണം അന്വേഷിക്കുന്ന ആഭ്യന്തര സമിതിയിൽ നിന്നും ജസ്റ്റിസ് NV രമണ പിന്മാറി. രമണയെ സമിതിയിൽ ഉൾപ്പെടുത്തിയത് ചീഫ് ജസ്റ്റിസിന്റെ താൽപര്യപ്രകാരമാണെന്ന് ആരോപണമുയർന്നിരുന്നു. ശരത് കെ ശശി, കൈരളി ന്യൂസ്, ദില്ലി. കല്ലട ഗ്രൂപ്പ് ഉടമ സുരേഷ് കല്ലട ഇന്ന് ഹാജരാകില്ല. രക്തസമ്മർദ്ദമുയർന്നതിനാൽ ചികിത്സയിലാണെന്ന് തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണറെ അറിയിച്ചു. ഇന്നലെ മരട് CIക്ക് മുൻപിൽ ഹാജരാകാത്തതിനെ തുടർന്ന് ഇന്ന് SCPക്ക് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നു. ചികിത്സാ രേഖകൾ ഹാജരാക്കാൻ തൃക്കാക്കര ACP നിർദ്ദേശിച്ചു. യാത്രക്കാർ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ കഴിഞ്ഞ ദിവസം മരട് CI മുമ്പാകെ ഹാജരാകാൻ കല്ലട സുരേഷിനോട് പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സുരേഷ് ഹാജരാകാത്തതിനെ തുടർന്നാണ് തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണറുടെ മുൻപാകെ ഹാജരാകാൻ നിർദ്ദേശിച്ചത്. രാവിലെയാണ് തനിക്ക് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്ന് ഹാജരാകാൻ കഴിയില്ലെന്ന് കല്ലട ബസ് ഉടമ സുരേഷ് അസിസ്റ്റന്റ് കമ്മീഷണറെ അറിയിച്ചത്. രക്തസമ്മർദ്ദം ഉയർന്നതിനാൽ താൻ ചികിത്സയിലാണെന്നും ഇന്ന് ഹാജരാകാൻ കഴിയില്ലെന്നുമാണ് സുരേഷ് അറിയിച്ചത്. എന്നാൽ ഇത് തെളിയിക്കാൻ ആവശ്യമായ ചികിത്സാ രേഖകൾ ഹാജരാക്കാൻ തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ നിർദ്ദേശിച്ചു. ഈ രേഖകൾ പരിശോധിച്ച് ബോധ്യപ്പെട്ടതിനു ശേഷം തുടർ നടപടിയെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കൈരളി ന്യൂസ്, കൊച്ചി. അന്തർ സംസ്ഥാന ബസ് സർവീസുകൾ നിയന്ത്രിക്കാൻ കർശന തീരുമാനങ്ങളുമായി ഗതാഗത വകുപ്പ്. ജൂൺ ആദ്യവാരം മുതൽ എല്ലാ ബസ്സുകളിലും GPS സംവിധാനം നടപ്പിലാക്കാനും യാത്രാ നിരക്ക് നിശ്ചയിക്കാനും തീരുമാനിച്ചു. പോലീസും നികുതി വകുപ്പുമായി സഹകരിച്ച് പരിശോധനകൾ ശക്തമായി മുൻപോട്ട് കൊണ്ടുപോകാനും ഗതാഗത മന്ത്രി AK ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. അന്തർ സംസ്ഥാന സ്വകാര്യ ബസ് സർവീസുകൾക്ക് കടിഞ്ഞാണിടാനുള്ള തീരുമാനമാണ് ഇന്ന് ചേർന്ന ഉന്നതതല യോഗത്തിൽ കൈക്കൊണ്ടത്. ഗതാഗത മന്ത്രി AK ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ബസ്സുകളിൽ പരിശോധന ശക്തമാക്കാനാണ് തീരുമാനം. പോലീസിന്റെയും നികുതി വകുപ്പിന്റെയും സഹകരണത്തോടെയാകും ഇനി പരിശോധനകൾ നടക്കുക. 270 കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 3,74,000 രൂപ പിഴയും ഈടാക്കിയിട്ടുണ്ട്. അന്തർ സംസ്ഥാന ബസ്സുകളിൽ GPS സംവിധാനം ജൂൺ ആദ്യവാരം മുതൽ നിർബന്ധമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. യാത്രക്കാരെ ചൂഷണം ചെയ്യുന്നതിനാൽ യാത്രാ നിരക്ക് തീരുമാനിക്കാൻ രാമചന്ദ്രൻ കമ്മീഷനെ ചുമതലപ്പെടുത്താനും തീരുമാനിച്ചതായി ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു. അമിതമായ ചാർജ് ഈടാക്കുന്ന സംബന്ധിച്ച് സ്റ്റേജ് കെയറേജസിന് മാത്രമാണ്, സ്റ്റേജ് കെയറേജസ്, ഓട്ടോറിക്ഷകൾ, ടാക്സി കാറുകൾ എന്നിവയ്ക്ക് മാത്രമാണ് ഇപ്പോൾ നമ്മൾ സംസ്ഥാന ഗവൺമെൻറ് നിരക്കുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. കോൺട്രാക്ട് കെയറേജുകൾക്ക് നിരക്കുകൾ നിശ്ചയിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത് ഇവർക്ക് നിരക്ക് നിശ്ചയിക്കാമോ, അങ്ങനെ നിശ്ചയിക്കുമ്പോൾ ഏത് രീതിയിലാണ് നിശ്ചയിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നമ്മുടെ ഫെയർ സ്റ്റേജ് നിർണയത്തിന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷനോട് അഭ്യർത്ഥിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നിലവിലെ കേന്ദ്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബസ്സുകൾ സംസ്ഥാനത്ത് സർവീസ് നടത്തുന്നത്. 46 ബുക്കിംഗ് ഓഫീസുകൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചവർക്കെതിരെയാണ് നോട്ടീസ് നൽകിയത്. ലൈസൻസിന് പ്രത്യേക മാർഗനിർദ്ദേശം നടപ്പിലാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ പരിശോധനകൾ ശക്തമാക്കി മുൻപോട്ടു പോകാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അഭ്യൂഹങ്ങൾക്കൊടുവിൽ വാരണാസിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. പ്രിയങ്ക ഗാന്ധിയെ തള്ളി വാരണാസിയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി അജയ് റായ് മത്സരിക്കും. വാരണാസിയിൽ മത്സരിക്കാനുള്ള പ്രിയങ്കയുടെ സന്നദ്ധത തള്ളിക്കളഞ്ഞാണ് 2014 മോദിയോട് തോറ്റ അജയ് റായിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസിയിൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾക്കാണ് അവസാനമായത്. വാരണാസിയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി അജയ് റായ് മത്സരിക്കുമെന്ന് AICC പ്രഖ്യാപിച്ചു. വാരണാസിയിൽ പ്രിയങ്ക മത്സരിച്ചാൽ ജയസാധ്യതകൾ വരെ പ്രവചിക്കുകയും ചെയ്തിരുന്നു. പാർട്ടി പറഞ്ഞാൽ വാരണാസിയിൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് പ്രിയങ്ക ഗാന്ധി നേരത്തെ വ്യക്തമാക്കിയതാണ്. എന്നാൽ ഇത് സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വം നിലപാട് വ്യക്തമാക്കിയിരുന്നില്ല. അതേസമയം SP-BSP സഖ്യം വാരണാസിയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതും പ്രിയങ്കയെ ഒഴിവാക്കുന്നതിന് കാരണമായെന്നാണ് സൂചനകൾ. കോൺഗ്രസ് നേതാവ് ശ്യാംലാൽ യാദവിന്റെ മരുമകൾ ശാലിനി യാദവാണ് SP-BSP സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി. ശാലിനി യാദവ് കഴിഞ്ഞ ആഴ്ച മാത്രമാണ് SP-യിൽ ചേർന്നത്. അതേസമയം വാരണാസിയിൽ ദുർബല സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് പ്രഖ്യാപിച്ചത് ഏറെ ചർച്ചയായി കഴിഞ്ഞു. 2014 മോദിക്കെതിരെ അജയ് റായാണ് മത്സരിച്ചത്. അന്ന് കേവലം 75,000-ഓളം വോട്ടുകൾ നേടിയ അജയ് റായ്ക്ക് 3ാം സ്ഥാനം മാത്രമാണ് ലഭിച്ചതും. അരവിന്ദ് കെജ്രിവാളായിരുന്നു അന്ന് 2ാം സ്ഥാനത്തെത്തിയത്. ഈ മാസം 29-നാണ് വാരണാസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം. ഇന്ന് വാരണാസിയിലുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പത്രിക സമർപ്പിക്കും. കൈരളി ന്യൂസ്, ദില്ലി.
പ്രധാനമന്ത്രിക്കെതിരായ ചട്ടലംഘന പരാതി പരിഹരിക്കപ്പെട്ടെന്നതിൽ വിശദീകരണവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സാങ്കേതിക പിഴവ് പറ്റിയതാണെന്നും പരാതിയിൽ ഉടൻ നടപടി ഉണ്ടാകുമെന്നും കമ്മീഷൻ. എന്നാൽ മോദിക്കെതിരായ പരാതികൾ കാണാനില്ലാത്തതിൽ കമ്മീഷൻ പ്രതികരിച്ചിട്ടില്ല. മഹാരാഷ്ട്രയിലെ ലാത്തൂരിൽ തെരഞ്ഞെടുപ്പ് റാലിയിലാണ് പുൽവാമയിൽ വീരമൃത്യു വരിച്ചവർക്കും ബാലാക്കോട്ടിൽ തിരിച്ചടി നൽകിയവർക്കും വോട്ട് നൽകണമെന്ന് നരേന്ദ്രമോദി പ്രസംഗിച്ചത്. എന്നാൽ ഇതിനെതിരെ നൽകിയ പരാതി പരിഹരിക്കപ്പെട്ടെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ പരാമർശിച്ചിരുന്നത്. ഇതിനെതിരെ പ്രതിഷേധം ശക്തമായപ്പോൾ സാങ്കേതിക പിഴവ് പറ്റിയതാണെന്ന് പറഞ്ഞ് തടിയൂരാനാണ് കമ്മീഷൻ ശ്രമം. പരാതിയിൽ ഉടൻ നടപടി ഉണ്ടാകുമെന്നും കമ്മീഷൻ പ്രതികരിച്ചു. സൈന്യത്തിന്റെ പേരിൽ വോട്ട് തേടിയതിന് മോദിക്കെതിരെ കമ്മീഷന് ലഭിച്ചത് നിരവധി പരാതികളാണ്. ഈ പരാതികൾ ഇതുവരെ കമ്മീഷന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുമില്ല. ഒരു പരാതി പരിഹരിക്കപ്പെട്ടെന്ന് പ്രസിദ്ധീകരിച്ചത് സാങ്കേതിക പിഴവെന്ന് പറയുന്ന കമ്മീഷൻ പരാതികൾ ലിസ്റ്റ് ചെയ്യാത്തതിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കമ്മീഷന്റെ നിലപാടിനെതിരെ പ്രതിഷേധവും ശക്തമായി. സൈന്യത്തിന്റെ പേരിൽ വോട്ട് തേടരുതെന്ന കമ്മീഷൻ നിർദ്ദേശം മറികടന്ന് മോദി നിരവധി തവണയാണ് റാലികളിൽ സൈന്യത്തിന്റെ പേരുപയോഗിച്ചത്. CPIM ഇതിനോടകം 4 പരാതികളാണ് കമ്മീഷന് നൽകിയിട്ടുള്ളത്. എന്നാൽ പരാതികളിൽ നടപടിയെടുക്കാൻ കമ്മീഷൻ ഇതുവരെ തയ്യാറായിട്ടില്ല. കൈരളി ന്യൂസ്, ദില്ലി. വടകരയിലും കോഴിക്കോടും BJP കോൺഗ്രസിന് വോട്ട് മറിച്ചു നൽകിയെന്ന CPIM ജില്ലാ സെക്രട്ടറി P. മോഹനൻ മാസ്റ്റർ. പോളിംഗ് ദിവസം പല ബൂത്തുകളിലും BJP സജീവമായില്ല. BJPയുടെയും കോൺഗ്രസിന്റെയും വോട്ട് കച്ചവടം മുൻകൂട്ടി കണ്ടാണ് CPIM പ്രവർത്തിച്ചതെന്നും മോഹനൻ മാസ്റ്റർ. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. സഖ്യം തകരാൻ കാരണം ചില കോൺഗ്രസ് നേതാക്കളുടെ പിടിവാശിയെന്ന് കെജ്രിവാൾ. ആം ആദ്മിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കി. ദില്ലിക്ക് പൂർണ്ണ സംസ്ഥാന പദവിയാണ് പത്രികയിലെ മുഖ്യ അജണ്ട. ദില്ലിയിൽ ആം ആദ്മി കോൺഗ്രസ് സഖ്യം ഇല്ലാതാക്കിയതിന് പിന്നിൽ ചില കോൺഗ്രസ് നേതാക്കളുടെ പിടിവാശിയെന്ന് ദില്ലി മുഖ്യമന്ത്രിയും പാർട്ടി അധ്യക്ഷനുമായ അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കി. കോൺഗ്രസുമായി എല്ലാ ചർച്ചകളും പൂർത്തിയാക്കിയിരുന്നെന്നും സംയുക്ത വാർത്താ സമ്മേളനം വരെ തീരുമാനിച്ചതാണെന്നും എന്നാൽ അവസാന നിമിഷം കോൺഗ്രസ് പിന്മാറുകയായിരുന്നുവെന്നും കെജ്രിവാൾ ചൂണ്ടിക്കാട്ടി. 7 സീറ്റ് വരെ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നു. എന്നാൽ ദില്ലിയിലെ ഒരു സീറ്റിൽ പോലും കോൺഗ്രസ് ജയിക്കില്ലെന്നും കെജ്രിവാൾ പറഞ്ഞു. ആം ആദ്മി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കവെയാണ് കെജ്രിവാൾ കോൺഗ്രസിനെ കടന്നാക്രമിച്ചത്. आज अगर कांग्रेस सीटें जीतने की स्थिति में होती, मैं 7 सीटें कांग्रेस के लिए छोड़ने के लिए तैयार हूं. मेरे लिए देश को बचाना जरूरी है. मेरे लिए सीटें, मैं 4 सीट लाऊं, 5 सीट लाऊं, 3 सीट लाऊं, 2 सीट लाऊं, क्या फर्क पड़ता है? आम आदमी पार्टी की 2 सीट 3 सीट से क्या फर्क पड़ता है? हम 7 सीटें छोड़ देंगे अगर कांग्रेस जीत सकती हो. कांग्रेस 1 सीट नहीं जीत सकती. രാജ്യത്തെ വിഭജിക്കുന്ന സങ്കല്പ പത്രികയല്ല ആം ആദ്മിയുടേതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ദില്ലിക്ക് പൂർണ്ണ സംസ്ഥാന അധികാരം നേടിയെടുക്കുമെന്നാണ് പത്രിക മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന അജണ്ട. സ്ത്രീ സുരക്ഷയ്ക്കും സമഗ്ര പദ്ധതികൾ പത്രികയിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി. കടൽക്ഷോഭത്തിൽ തിരുവനന്തപുരത്ത് തകർന്ന വീടുകൾ റവന്യൂ മന്ത്രി ചന്ദ്രശേഖരൻ സന്ദർശിച്ചു. അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. അതേസമയം ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭൂമധ്യരേഖ പ്രദേശത്തും ബംഗാൾ ഉൾക്കടലിലും ന്യൂനമർദ്ദം രൂപം കൊണ്ടുവരുന്നതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. നാളെ മുതൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ്. കടലിൽ പോയവർ തിരിച്ചെത്തണമെന്നും നിർദ്ദേശം. ബംഗാൾ ഉൾക്കടലിൽ ശ്രീലങ്കൻ ഭാഗത്ത് നാളെ ന്യൂനമർദ്ദം രൂപപ്പെടുവാനും അത് തീവ്ര ന്യൂനമർദ്ദവും ചുഴലിക്കാറ്റുമായി പരിണമിക്കുവാനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരത്ത് നാശനഷ്ടത്തിനും കേരളത്തിലും കർണാടകത്തിലും ശക്തമായ മഴയ്ക്കും കാരണമായേക്കും. കടൽ പ്രക്ഷുബ്ധമായതിനാൽ നാളെ മുതൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കർശന നിർദ്ദേശമുണ്ട്. അതേസമയം ഇന്നലെ തിരുവനന്തപുരത്തെ തീരമേഖലകളിൽ ശക്തമായ വേലിയേറ്റമുണ്ടായി. വലിയതുറ ഭാഗത്ത് നിരവധി വീടുകൾ തകർന്നു. മകന്റെ കൂട്ടുകാരന്മാരെ വന്നിട്ട് കറക്റ്റായിട്ട് 11:09 എൻ്റെ വീട്ടിൽ കഥകിൽ വന്നിട്ട് തട്ടിയിട്ട് അങ്കിളെ ഇവിടെ കിടക്കരുത്, ഇറങ്ങി വെളിയിൽ പോകുകയെന്ന് പറയുന്നത്. ഞാൻ കഥക് തുറക്കുന്നു, വീട് കറക്റ്റ് 11:10 ഈ കാണുന്ന വീട് നിലം പതിക്കുകയാണ്. വീടുകൾ തകർന്ന പ്രദേശങ്ങൾ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ സന്ദർശിച്ചു. ദുരന്ത നിവാരണ അതോറിറ്റി എല്ലാ മുൻകരുതലുകളും എടുത്തതായും വേണ്ട അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതെ, ഇപ്പോഴേ സാധാരണഗതിയിൽ ഈ ഇപ്പോൾ എഫക്റ്റ് ചെയ്തിട്ടുള്ള പ്രദേശങ്ങളുണ്ടല്ലോ, അവിടെയുള്ള ഇപ്പോൾ മനസ്സിലാക്കിയ അനുസരിച്ച് ഒരു 5 കുടുംബങ്ങളാണ് ഇപ്പോൾ ഇതനുസരിച്ച് മാറ്റി താമസിപ്പിച്ചിരിക്കുന്നത്. അത്യാവശ്യമായി ഇനിയും വേണ്ടിവരുന്നത് അടിയന്തരമായ ഘട്ടത്തിൽ നടപടി സ്വീകരിക്കാനുള്ള ഏർപ്പാടുണ്ടാകും. ന്യൂനമർദ്ദം രൂപപ്പെടുന്ന മുറയ്ക്ക് അതിന്റെ സഞ്ചാരപഥവും ഓരോ ജില്ലകളിലെയും മഴയുടെ സാധ്യതയും അറിയാനാകും. നാളെ മുതൽ 4 ദിവസത്തേക്കാണ് ജാഗ്രതാ നിർദ്ദേശം. കഴിഞ്ഞ ദിവസത്തെ കടൽക്ഷോഭത്തിൽ നിരവധി വീടുകളാണ് തിരുവനന്തപുരത്തെ തീരദേശവാസികൾക്ക് നഷ്ടമായത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് സംസ്ഥാന സർക്കാരും ദുരന്ത നിവാരണ അതോറിറ്റിയും തീരദേശവാസികൾക്ക് നൽകിയിരിക്കുന്നത്. ക്യാമറ വുമൺ ഷാജിലയ്ക്കൊപ്പം റിനു ശ്രീധർ.
കണ്ണൂരിലെ ബി.ജെ.പി വോട്ടുകൾ മുഴുവൻ ബി.ജെ.പിക്ക് തന്നെയാണ് ലഭിച്ചതെന്ന് എൻ.ഡി.എ സ്ഥാനാർത്ഥി സി.കെ പത്മനാഭൻ. കെ സുധാകരന് ബി.ജെ.പിക്കാർ വോട്ട് ചെയ്തു എന്ന ആരോപണത്തിൽ കഴമ്പില്ല. പ്രചാരണത്തിന്റെ തുടക്കത്തിൽ ബി.ജെ.പി പ്രവർത്തകർക്ക് ആവേശം കുറവായിരുന്നുവെങ്കിലും പിന്നീട് അത് പരിഹരിക്കാൻ കഴിഞ്ഞുവെന്നും സി.കെ പത്മനാഭൻ കണ്ണൂരിൽ പറഞ്ഞു. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി സി.കെ പത്മനാഭൻ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. വോട്ടിങ്ങിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രതീക്ഷകൾ ചോദിക്കാം. വോട്ടുകളെല്ലാം പെട്ടിയിലായി കഴിഞ്ഞു. ഈ ഒരു നിമിഷത്തിൽ എന്താണ് പ്രതീക്ഷകൾ? വോട്ടുകൾ പെട്ടിയിലായി. വളരെ ഉന്നതമായ പ്രതീക്ഷയുണ്ട്. എൻ.ഡി.എ വൻ മുന്നേറ്റം കേരളത്തിലെ എല്ലാ പാർലമെന്റ് മണ്ഡലത്തിലും നടത്തും. കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലും ആ മുന്നേറ്റം ഉണ്ടാവും. ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ ബി.ജെ.പി വോട്ടുകൾ സുധാകരന് പോയിട്ടുണ്ട്, യു.ഡി.എഫിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള ഒരു ചർച്ച നടക്കുന്നുണ്ട്. അതിൽ എത്രത്തോളം ശരി? അതിൽ ഒരു ശരിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നേരത്തെ നടക്കുന്നൊരു പ്രചരണത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു പ്രചരണം വന്നതിൽ കവിഞ്ഞ് തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു പ്രത്യേക പ്രാധാന്യം അതിന് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. അല്ല, എൻ.ഡി.എക്ക് അനുകൂലമായിട്ട് തന്നെ എൻ.ഡി.എൻ്റെ നേതൃത്വം ബി.ജെ.പിക്കാണല്ലോ. വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി, സംരക്ഷണം, ആചാര സംരക്ഷണത്തിന് വേണ്ടി വളരെ പ്രത്യക്ഷമായ സമരം നടത്തിയത് ബി.ജെ.പിയാണ്. അതിൽ 10 ദിവസം സെക്രട്ടേറിയറ്റിന് മുമ്പിലെ നിരാഹാര സമരം ഞാൻ തന്നെ നടത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ സഹപ്രവർത്തകരെല്ലാം ആ സമരം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി. അതുകൊണ്ട് ആചാര സംരക്ഷണത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള ത്യാഗവും പ്രത്യക്ഷമായ സമരങ്ങളും അത് ബി.ജെ.പിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ശബരിമല കർമ്മസമിതിക്കും അവകാശപ്പെട്ടതാണ്. ഈ ബി.ജെ.പി പ്രവർത്തകർക്ക് തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഒരു ആവേശം കുറവായിരുന്നു എന്ന് തോന്നിയിരുന്നു? ഇല്ല, തുടക്കത്തിൽ കുറച്ചൊരു നിശബ്ദത ഉണ്ടായിരുന്നു. പിന്നീട് അത് വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രവർത്തനം എല്ലാ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. പോളിംഗ് ദിവസം എല്ലാ സ്ഥലത്തും ബൂത്ത് ഏജന്റുമാരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും പോളിംഗ് ദിവസം ഏകദേശം 98-99% ബൂത്തിലും ഏജന്റുമാരുണ്ടായിരുന്നു. ഏതായാലും ഇത്തവണ കാര്യങ്ങൾ അനുകൂലമാകും എന്നുള്ള പ്രതീക്ഷയിലാണ് കണ്ണൂരിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി സി.കെ പത്മനാഭനുള്ളത്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം എം സന്തു. പോളിംഗിലുണ്ടായ വർധനവ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ വിജയം ഉറപ്പാക്കുന്നതിനൊപ്പം ഭൂരിപക്ഷവും വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് എൽ.ഡി.എഫ്. എൽ.ഡി.എഫ് സ്വാധീന മേഖലകളിലാണ് വോട്ട് വർധന കൂടുതലെന്നതാണ് എൽ.ഡി.എഫിന്റെ ആത്മവിശ്വാസത്തിന് അടിസ്ഥാനം. എന്നാൽ അട്ടിമറി വിജയം യു.ഡി.എഫും വോട്ട് വർധന ബി.ജെ.പിയും പ്രതീക്ഷിക്കുന്നു. 2014 കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയതിനേക്കാൾ 2.08% പോളിംഗ് വർധനമാണ് 2019 ഉണ്ടായിട്ടുള്ളത്. ഈ വർധനവ് തങ്ങൾക്ക് നേട്ടമാകുമെന്ന വിശ്വാസത്തിലാണ് എൽ.ഡി.എഫും യു.ഡി.എഫും. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 2 യു.ഡി.എഫ് വിജയിച്ചിട്ടുള്ളത്. കാസർഗോഡും മഞ്ചേശ്വരവും ഈ 2 മണ്ഡലങ്ങളിലും കൂടി 7% പോളിംഗ് ആണ് ഇത്തവണ വർദ്ധിച്ചിട്ടുള്ളത്. എൽ.ഡി.എഫ് വിജയിച്ച ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ, പയ്യന്നൂർ, കല്യാശ്ശേരി മണ്ഡലങ്ങളിൽ ആകെ 8% പോളിംഗ് വർധനവുണ്ടായിട്ടുണ്ട്. എൽ.ഡി.എഫ് സ്വാധീന മേഖലകളിൽ ഭൂരിപക്ഷം വർദ്ധിക്കുമെന്നും യു.ഡി.എഫ് കേന്ദ്രങ്ങളിൽ കൂടുതൽ വോട്ടുകൾ എൽ.ഡി.എഫിന് അനുകൂലമായി നേടാനും സാധിക്കുമെന്ന് സ്ഥാനാർത്ഥി കെ.പി. സതീഷ് ചന്ദ്രൻ പറഞ്ഞു. എൽ.ഡി.എഫിന്റെ കേന്ദ്രങ്ങളാണ് താരതമ്യേന വോട്ട് വർധന കൂടുതൽ. യു.ഡി.എഫിന്റെ പ്രദേശങ്ങളിൽ ആ നിലവാരത്തിൽ വോട്ട് വർദ്ധിച്ചിട്ടില്ല. അപ്പോൾ ഏതാണ്ട് ഒരു 90,000 1 ലക്ഷത്തോളം വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. നിശ്ചയമായും ആ വോട്ട് വർദ്ധിച്ച വോട്ടിൽ പോളിംഗിൽ കൂടുതൽ ലഭിക്കുക എൽ.ഡി.എഫിനാണ്. എന്നാൽ യു.ഡി.എഫ് കേന്ദ്രങ്ങളിലെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം അടിയൊഴുക്കുകളിലൂടെ അട്ടിമറി വിജയം നേടുമെന്ന വിശ്വാസത്തിലാണ് യു.ഡി.എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ. 50,000-ൽ തുടങ്ങി 1 ലക്ഷം, അതിനപ്പുറത്തോട്ടും പോകാം. ഇത്തവണ 35 വർഷത്തിന് ശേഷം ഐക്യമുന്നണി ഈ മണ്ഡലം തിരിച്ചുപിടിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 72,000 വോട്ടിന്റെ ലീഡും പ്രചാരണത്തിലെ മേൽക്കൈയും എൽ.ഡി.എഫിന് അനുകൂല ഘടകങ്ങളാണ്. തങ്ങളുടെ വോട്ടുകൾ ചോർന്നു പോകില്ലെന്നും വർദ്ധിപ്പിക്കുവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ബി.ജെ.പി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കെവിൻ കേസിൽ മുഖ്യസാക്ഷി അനീഷിന്റെ ക്രോസ് വിസ്താരം തുടരുന്നു. 1-ാം പ്രതി ഷാനു ചാക്കോയുടെ അഭിഭാഷകന് ശേഷം 5-ാം പ്രതി ചാക്കോയുടെ അഭിഭാഷകനാണ് ഇപ്പോൾ വിസ്തരിക്കുന്നത്. ആദ്യ ദിനത്തിലെ പ്രോസിക്യൂഷൻ വിസ്താരത്തിനിടയിൽ മുഖ്യപ്രതി ഷാനു ചാക്കോ ഉൾപ്പെടെ 7 പ്രതികളെ അനീഷ് തിരിച്ചറിഞ്ഞിരുന്നു. എന്നാൽ നീനുവിന്റെ പിതാവ് ചാക്കോ ഉൾപ്പെടെ 3 പ്രതികളെ തിരിച്ചറിയാൻ അനീഷിനായില്ല. കാഴ്ചയുടെ വൈകല്യമാണ് പ്രതികളെ തിരിച്ചറിയാനാകാത്തതിന് കാരണമെന്ന് പ്രതിഭാഗം വാദിച്ചു. അനീഷിന്റെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് പ്രതിഭാഗം വിസ്താരം. പ്രതികളുടെ മൊബൈൽ ഫോൺ റെക്കോർഡുകളും രേഖകളും നേരത്തെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇന്നലെ നടപടികൾ നീണ്ടുപോയതിനാൽ സമയം കഴിഞ്ഞും കോടതി വിശദമായ വാദം കേട്ടിരുന്നു. ദുരഭിമാന കൊലയുടെ വിഭാഗത്തിൽ പരിഗണിക്കുന്നതിനാൽ ജൂൺ 6 വരെ തുടർച്ചയായാണ് വിചാരണ നടപടികൾ.
ഇടുക്കിയിൽ യുവാവിനെ പടുതാക്കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. നെടുങ്കണ്ടം പാപ്പാടുപാറ സ്വദേശി അജിത്തിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീടിനരികിലുള്ള പടുതാക്കുളത്തിലായിരുന്നു മൃതദേഹം. കട്ടപ്പനയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് മൃതദേഹം പുറത്തെടുത്തത്. നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. നെടുങ്കണ്ടം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 16 ലക്ഷം രൂപ വിലമതിക്കുന്ന വിദേശ നിർമ്മിത സിഗരറ്റ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തു. ബുധനാഴ്ച ശ്രീലങ്കൻ എയർവേസ് വിമാനത്തിൽ ദുബായിൽ നിന്നും കൊളംബോ വഴി കൊച്ചിയിലെത്തിയ കാസർഗോഡ് സ്വദേശിയുടെ പക്കൽ നിന്നുമാണ് കസ്റ്റംസ് എയർ ഇന്റലിജൻസ് വിഭാഗം 227 കാർട്ടൺ സിഗരറ്റ് പിടികൂടിയത്. ഇതിന് 16 ലക്ഷത്തിലധികം രൂപ വിലമതിക്കും. സിഗരറ്റ് കടത്തിക്കൊണ്ടുവന്ന യാത്രക്കാരനെ പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ സിഗരറ്റ് ഏറ്റുവാങ്ങാൻ ഒരാൾ വിമാനത്താവള ടെർമിനലിന് പുറത്ത് കാത്തുനിൽക്കുന്നുണ്ടെന്ന വിവരം ലഭിച്ചു. തുടർന്ന് അയാളെയും കസ്റ്റംസ് പിടികൂടി. കാസർഗോഡ് സ്വദേശിയാണ് സിഗരറ്റ് ഏറ്റുവാങ്ങാൻ വന്നിരുന്നത്. 2 പേരെയും കസ്റ്റംസ് വിശദമായി ചോദ്യം ചെയ്തു. ശ്രീലങ്കയിൽ 359 പേർ കൊല്ലപ്പെട്ട ചാവേർ സ്ഫോടന പരമ്പരയുടെ പശ്ചാത്തലത്തിൽ പോലീസ് മേധാവിയോടും പ്രതിരോധ സെക്രട്ടറിയോടും രാജിവെക്കാൻ പ്രസിഡന്റ് മൈത്രിപാല സിരിസേന ആവശ്യപ്പെട്ടു. ഭീകരാക്രമണ സാധ്യത സംബന്ധിച്ച് രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിട്ടും പ്രതികരിക്കാത്തതിനാണ് നടപടി. ഈസ്റ്റർ ദിനത്തിൽ ചാവേർ സ്ഫോടനങ്ങൾ നടത്തിയ 9 പേരിലൊരാൾ സ്ത്രീയാണെന്ന് പ്രതിരോധ സഹമന്ത്രി റുവാൻ വിജയവർ വെളിപ്പെടുത്തി. 60-ലേറെ പേർ അറസ്റ്റിലായിട്ടുണ്ട്. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ജനതാദൾ എസ് നേതാക്കളായ 7 പേരുടെ മൃതദേഹം ബംഗളൂരുവിൽ എത്തിച്ചു. ചീഫ് ജസ്റ്റിസിനെതിരായ ലൈംഗികാരോപണത്തിൽ ഗൂഢാലോചന നടന്നുവെന്ന സത്യവാങ്മൂലത്തിൽ അന്വേഷണത്തിന് സുപ്രീംകോടതി ഉത്തരവ്. അന്വേഷണ ചുമതല റിട്ടയർഡ് ജസ്റ്റിസ് AK പട്നായിക്കിന്. CBIയും IBയും ദില്ലി പോലീസും അന്വേഷണത്തെ സഹായിക്കണമെന്ന് സുപ്രീംകോടതി. യുവതിയുടെ പീഡന പരാതി കേൾക്കുന്നതിൽ നിന്നും ജസ്റ്റിസ് രമണ പിന്മാറി. ആരോപണത്തിൽ കുടുക്കാൻ ഗൂഢാലോചന നടന്നുവെന്ന ആരോപണമാണ് മുൻ സുപ്രീം കോടതി ജഡ്ജ് AK പട്നായിക് അന്വേഷിക്കുക. ദില്ലി പോലീസ്, IB, CBI എന്നിവരുടെ സഹായത്തോടെയാകും അന്വേഷണം. മുദ്രവച്ച കവറിൽ അന്വേഷണ റിപ്പോർട്ട് കോടതിക്ക് കൈമാറണമെന്നും ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് ഉത്തരവിട്ടു. രാജ്യത്തെ പണക്കാർക്ക് കോടതിയെ നിയന്ത്രിക്കാനാകില്ലെന്നും അവർ കളിക്കുന്നത് തീക്കളിയാണെന്നും രാവിലെ സുപ്രീം കോടതി മുന്നറിയിപ്പ് നൽകിയിരുന്നു. റിലയൻസിന് വേണ്ടി വിധി തിരുത്തിയ 2 ഉദ്യോഗസ്ഥരും ഗൂഢാലോചനയിൽ പങ്കാളിയാണെന്ന് കാട്ടി അഭിഭാഷകൻ ഉത്സവ് സിംഗ് ബൈൻസ് നൽകിയ അധിക സത്യവാങ്മൂലം പരിശോധിച്ച ശേഷമാണ് അന്വേഷണം പ്രഖ്യാപിച്ചത്. അധിക സത്യവാങ്മൂലത്തിലെ ഉള്ളടക്കത്തിന് അഭിഭാഷക നിയമപ്രകാരം സവിശേഷ അധികാരമുണ്ടെന്ന ബൈൻസിന്റെ വാദം കോടതി അംഗീകരിച്ചില്ല. റിമോട്ട് കൺട്രോളിലൂടെ കോടതിയെ നിയന്ത്രിക്കുന്നു എന്ന ആരോപണങ്ങൾ ദിവസേന പുറത്തുവരുന്നു. ജഡ്ജിമാരെ സ്വാധീനിക്കാൻ വഴിവിട്ട ശ്രമം നടക്കുന്നുവെന്നും പറയുന്നു. ഇതിൽ സത്യമറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ടെന്നും കോടതി പറഞ്ഞു. ഇതിനിടെ അന്വേഷണം നേരിടുന്ന പശ്ചാത്തലത്തിൽ ചീഫ് ജസ്റ്റിസ് ചുമതലകളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് മുതിർന്ന അഭിഭാഷക ഇന്ദിര ജയ്സിംഗ് ആവശ്യപ്പെട്ടു. അതേസമയം ചീഫ് ജസ്റ്റിസിനെതിരായ ലൈംഗികാരോപണം അന്വേഷിക്കുന്ന ആഭ്യന്തര സമിതിയിൽ നിന്നും ജസ്റ്റിസ് NV രമണ പിന്മാറി. രമണയെ സമിതിയിൽ ഉൾപ്പെടുത്തിയത് ചീഫ് ജസ്റ്റിസിന്റെ താൽപര്യപ്രകാരമാണെന്ന് ആരോപണമുയർന്നിരുന്നു. ശരത് കെ ശശി, കൈരളി ന്യൂസ്, ദില്ലി. കല്ലട ബസ്സിൽ യാത്രക്കാരെ ആക്രമിച്ച സംഭവത്തിൽ ബസ് ഉടമ കല്ലട സുരേഷ് പോലീസിന് മുന്നിൽ ഹാജരായി. തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിലാണ് ഹാജരായത്. പോലീസ് സുരേഷിന്റെ മൊഴി രേഖപ്പെടുത്തുകയാണ്. വിവരങ്ങളുമായി വിഷ്ണു പ്രസാദ് ചേരുന്നു. വിഷ്ണു, എപ്പോഴാണ് ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, എപ്പോഴാണ് കല്ലട സുരേഷ് ഹാജരായത് പോലീസിന് മുൻപിൽ? അല്പം മുമ്പാണ് കല്ലട സുരേഷ് തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർക്ക് മുമ്പാകെ ഹാജരായത്. കല്ലട ബസ്സിൽ യാത്രക്കാർക്ക് മർദ്ദനമേറ്റ സംഭവവുമായി ബന്ധപ്പെട്ട് ബസ് ഉടമ സുരേഷിനോട് ഹാജരാകാൻ നിർദ്ദേശിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥൻ നോട്ടീസ് നൽകിയിരുന്നു. ഇന്നലെ ഹാജരാകാനാണ് നിർദ്ദേശിച്ചിരുന്നെങ്കിലും ഇന്നലെ അദ്ദേഹം ഹാജരായില്ല. ഇന്ന് രാവിലെ ഹാജരാകുമെന്നാണ് ആദ്യം പ്രതീക്ഷിച്ചിരുന്നെങ്കിലും രാവിലെ ഹാജരാകുകയുണ്ടായില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് കാണിച്ച് പോലീസിന് മറുപടി കൊടുത്തു എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ കല്ലട സുരേഷുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് അത്തരത്തിലൊരു നോട്ടീസ് നൽകിയിരുന്നില്ല. ഇന്ന് രാവിലെ മുതൽ തന്നെ കൊച്ചിയിൽ എത്തിയിരുന്നു. അല്പം മുമ്പാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ മുമ്പാകെ ബസ് ഉടമ കല്ലട സുരേഷ് ഹാജരായത്. ഈ അക്രമവുമായി ബന്ധപ്പെട്ട് ബസ് ഉടമ എന്ന നിലയിലുള്ള മൊഴിയെടുപ്പാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ബസ്സിലെ 7 ജീവനക്കാർ ഇതിനകം അറസ്റ്റിലായിട്ടുണ്ട്. അവർ റിമാൻഡിലുമാണ്. ആദ്യം 2 പേരെയും പിന്നീട് 5 പേരെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ക്രൂരമായ മർദ്ദനത്തെ തുടർന്നാണ് ജീവനക്കാർക്കെതിരെ ഈ മർദ്ദനമേറ്റവർ മൊഴി കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. എന്നാൽ ഇവരുടെ മൊഴി പ്രകാരം ഈ 7 പേർ മാത്രമല്ല
മാത്രമല്ല ഇനിയും 8 പേർ കൂടിയുണ്ട്. അങ്ങനെ 15 പേരടങ്ങുന്ന സംഘമാണ് തങ്ങളെ ക്രൂരമായി മർദ്ദിച്ചത് എന്നാണ് അവർ മൊഴി നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ബാക്കിയുള്ളവരെ കൂടി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. ശക്തമായ മൊഴി പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ബസ് ഉടമ സുരേഷിന്റെ മൊഴി രേഖപ്പെടുത്തുന്നത്. ഇത്തരത്തിൽ ജീവനക്കാർ ഇത്തരത്തിൽ ക്രൂരമായി യാത്രക്കാരോട് പെരുമാറിയതുമായി ബന്ധപ്പെട്ട് ബസ് ഉടമയ്ക്ക് പറയാനുള്ളത് കൂടി പോലീസിന് അറിയേണ്ടതുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളുണ്ടോ എന്ന കാര്യങ്ങളടക്കം വിശദമായി പോലീസിന് പരിശോധിക്കേണ്ടതുണ്ട്, അന്വേഷിക്കേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ബസ് ഉടമ സുരേഷിനോട് ഹാജരാകാനായി പോലീസ് നോട്ടീസ് അയച്ചതും അദ്ദേഹം ഇന്നിപ്പോൾ ഹാജരായതും. അല്പം മുമ്പാണ് മൊഴിയെടുക്കൽ ആരംഭിച്ചത്. മൊഴിയെടുക്കൽ അല്പസമയം കൂടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഉമേഷ്, അതായത് ഇയാൾ ഇന്നും അറിയിച്ചിരുന്നത്, രാവിലെ വരെ അറിയിച്ചിരുന്നത് ദേഹാസ്വാസ്ഥ്യം ഉള്ളതുകൊണ്ട് ഇന്ന് ഹാജരാകാൻ സാധിക്കില്ല എന്നാണ്. ഇപ്പോൾ പെട്ടെന്ന് ഹാജരായിരിക്കുന്നു. ഇയാൾ ഒറ്റയ്ക്കാണോ ഹാജരാകാൻ എത്തിയത്? കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നു? ഒപ്പം തന്നെ ഈ മൊഴിയെടുപ്പ് ഉമേഷ് സൂചിപ്പിച്ചു കുറച്ചു നേരം കൂടി തുടരാനുള്ള സാധ്യത ഉണ്ടെന്ന്. ഈ ബസ്സുകളുടെ അനധികൃതമായ ഓട്ടം, ഈ കല്ലട ബസ്സിനുള്ള ലൈസൻസിന്റെ കാര്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ മൊഴിയെടുപ്പിൽ പ്രധാനമായും ചോദ്യം ചെയ്യുമെന്ന് തന്നെയല്ലേ പ്രതീക്ഷിക്കേണ്ടത്? ഒപ്പം തന്നെ ഈ മൊഴിയെടുക്കൽ നീളാനുള്ള സാധ്യത ഉണ്ടോ? തീർച്ചയായും ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ചോദിക്കുക. പ്രധാനമായും ഈ ബസ്സിലെ ജീവനക്കാരാണ് ഇപ്പോൾ പ്രതിസ്ഥാനത്തുള്ളത്. അവരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് ആയിരിക്കും ചോദ്യം ചെയ്യൽ ഉണ്ടാവുക, മൊഴിയെടുക്കുക ഉണ്ടാവുക. സ്വാഭാവികമായി ഈ ബസ്സിനെതിരെ നേരത്തെ പല ആക്ഷേപങ്ങളും വിവിധ തരത്തിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചോദിക്കാനിടയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ മൊഴിയെടുപ്പ് അല്പം കൂടി നീളും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും നിലവിൽ കല്ലട ബസ് ഉടമ ഉൾപ്പെടെ പറയുന്നത് ഇത്തരത്തിൽ ജീവനക്കാർ മർദ്ദിച്ചതിൽ തങ്ങൾക്ക് പങ്കില്ല എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല അവരെ തീർത്തും ഒറ്റപ്പെടുത്തുന്ന സാഹചര്യം തന്നെയാണ് ഇനി തുടർന്നും ഉണ്ടാവുക എന്ന വിശദീകരണം തന്നെയാണ് അവർ നൽകിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ തന്നെയായിരിക്കും പോലീസിലും മൊഴി നൽകുക. ഏതായാലും വിശദമായ മൊഴിയെടുപ്പ് തന്നെയായിരിക്കും ഉണ്ടാവുക. അല്പം കൂടി മൊഴിയെടുപ്പ് നീളും എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. ശരി. കല്ലട ബസ് ഉടമ സുരേഷ് പോലീസിന് മുൻപിൽ ഹാജരായിരിക്കുന്നു. തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർക്ക് മുമ്പിലാണ് സുരേഷ് ഹാജരായിരിക്കുന്നത്. ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇതിന്റെ വിശദാംശങ്ങളാണ് ഉമേഷ് നൽകിയത്.